ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉലുവക്കഞ്ഞി, അതായത് കർക്കിടക കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ചൂട് കാലാവസ്ഥയിൽ നിന്നും പെട്ടെന്ന് തണുപ്പിലേക്ക് മാറുന്നൊരു സമയമാണ് കർക്കിടക മാസം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറയുകയും പലതരം അസുഖങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും മഴക്കാലത്തും തണുപ്പ് കാലത്തുമൊക്കെ ഉണ്ടാകുന്ന നടുവേദന, സന്ധിവേദന അല്ലെങ്കിൽ ആർത്രൈറ്റിസ് പോലെയുള്ള രോഗങ്ങളൊക്കെ വരാതിരിക്കാനുമൊക്കെയാണ് നമ്മൾ ഈ സമയത്ത് ഉലുവക്കഞ്ഞി കഴിക്കുന്നത്. അതുപോലെ ഉലുവക്കഞ്ഞി കഴിച്ചാൽ ഷുഗർ, കൊളസ്ട്രോൾ എന്നിവ കൺട്രോളിലാക്കാനും പറ്റും. അപ്പോൾ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഉലുവക്കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. ഉലുവക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് നവര അരിയാണ് എടുത്തിട്ടുള്ളത്. കർക്കിടക മാസത്തിലെ കഞ്ഞിയിലെ പ്രധാന കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഫുഡ് എന്ന് പറയാൻ പറ്റുന്ന ഈ നവര അരിയാണ്. ഒരേ സമയം ഭക്ഷണമായും ഔഷധമായും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണിത്. ശരീരത്തിന് നല്ല ബലവും ആരോഗ്യം കിട്ടാനും അതുപോലെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ഷുഗർ കൺട്രോൾ ചെയ്യാനും യൗവനം നിലനിർത്താനും പനി, ഉദരരോഗങ്ങൾ, ശരീരവേദന എന്നിവ പെട്ടെന്ന് മാറിക്കിട്ടാനും നവര അരി കൊണ്ട് കഞ്ഞി വെച്ച് കുടിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ അടുത്ത് നവര അരി ഇല്ലെങ്കിൽ പൊടിയരിയോ മട്ടരിയോ പച്ചരിയോ എടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ചെറുപയറാണ്. ചെറുപയർ പ്രോട്ടീൻ റിച്ച് ആണ്. ഇതിൽ ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇതിൽ സിങ്ക് ധാരാളമുള്ളത് കൊണ്ട് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ചെറുപയർ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ ഉലുവയാണ്. ഉലുവയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് അയൺ ആണ്. അതിന് പുറമെ ധാരാളം പ്രോട്ടീൻസ്, അന്നജം, ഫൈബർ എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഉലുവ ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തൈറോയിഡിൻ്റെയും പാൻക്രിയാസിൻ്റെയും ഓവറിയുടെയും ഒക്കെ ഫങ്ഷൻസ് ക്രമപ്പെടുത്തുന്നതിനും ഉലുവ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ നെഞ്ചെരിച്ചിൽ, അസിഡിറ്റി, ദഹനക്കേടുള്ളവർക്കൊക്കെ ഉലുവ കഴിക്കുന്നത് നല്ലതാണ്. സ്ത്രീകൾക്ക് ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദനയ്ക്ക് ഉലുവ തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ വേദനയ്ക്ക് ശമനം കിട്ടുന്നതാണ്. ഇനി ഇത് 3ഉം നല്ല പോലെ കഴുകിയിട്ട് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ. അതിനുശേഷം നമുക്കിത് കുതിരാനായിട്ട് വെക്കാം. ഇപ്പം ഞാനിതെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷമാണ് ഞാനിത് കുതിർന്ന് കിട്ടാനായിട്ട് അടച്ചു വെക്കുന്നത്. ഇതൊരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചാലേ നന്നായിട്ട് കുതിർന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ അതാ ഞാൻ ഇതെല്ലാം കുതിർന്ന് കിട്ടാനായിട്ട് വെച്ചിട്ട് 6 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പം ഇതെല്ലാം നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഞാനിതൊരു കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം ഞാൻ ഈ അരി കുതിർത്തെടുത്ത വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറുപയറാണ്. ഈ ചെറുപയർ കുതിർത്തെടുത്ത വെള്ളം ഞാൻ എടുക്കുന്നില്ല കേട്ടോ. കാരണം ചിലർക്കൊക്കെ ദഹനത്തിന് പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെറുപയർ കുതിർത്തെടുത്ത വെള്ളം എടുക്കാത്തത്. ഉലുവ ഞാൻ കുതിർത്ത് വെച്ച വെള്ളത്തോട് കൂടി തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ആശാളി ഹലീം സീഡ്സ് ആണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് എല്ലാ ആയുർവേദ ഷോപ്പിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ആശാളി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ്. ഇതിൽ ധാരാളം അയണും കാൽസ്യവും വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ രക്തക്കുറവുള്ളവർക്കൊക്കെ ആശാളി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ്. ചെറിയ ജീരകവും ദഹനത്തിനും നെഞ്ചെരിച്ചിലിനും ഒരുപാട് നല്ലതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു വലിയ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ 2-ാം പാലിലാണ് കേട്ടോ ഇതെല്ലാം വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഈ 2-ാം പാൽ ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നമ്മളിത് കുക്കറിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഉലുവക്കഞ്ഞി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഡിന്നറിൻ്റെ സമയത്തോ കഴിക്കുന്നതാണ് നല്ലത്.
ഉലുവക്കഞ്ഞി തുടർച്ചയായി 7 ദിവസമോ 14 ദിവസം 21 ദിവസം അല്ലെങ്കിൽ ഒരു മാസം മുഴുവനായിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. എന്നും ഒരുപോലെ കഞ്ഞി ഉണ്ടാക്കി കഴിക്കാതെ ഓരോ ദിവസവും വ്യത്യസ്ത രീതിയിൽ കഞ്ഞി ഉണ്ടാക്കി കഴിച്ചാൽ ഓരോന്നിൻ്റെയും ആരോഗ്യ ഗുണങ്ങളും നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ 3 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടോ, ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് 2 രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ശർക്കര ചേർത്തിട്ടും ശർക്കരക്ക് പകരം ഇന്ദുപ്പ് ചേർത്തിട്ടും ഇത് കഴിക്കാവുന്നതാണ്. ഷുഗർ പേഷ്യൻസിനൊക്കെ ശർക്കര ചേർക്കാതെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ശർക്കര ചേർത്തും ശർക്കര ചേർക്കാതെയും എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ശർക്കര ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇതിൽ നിന്നും കുറച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൽ ശർക്കര ചേർക്കുന്നില്ല, തേങ്ങാപ്പാലും ഇന്ദുപ്പും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച തേങ്ങയുടെ 1/4 പാലിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കഞ്ഞിയുടെ തിക്നെസ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മരുന്ന് കഞ്ഞി ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഇന്ദുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കഞ്ഞിയിലേക്ക് ഇന്ദുപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങളുടെ അടുത്ത് ഇന്ദുപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് തിളപ്പിക്കരുത് കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്നത് വരെ തിളക്കാൻ സമ്മതിക്കാതെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ശർക്കര ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് കയ്യിൽ കൊണ്ട് ഉടച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിതിലേക്ക് കരിപ്പെട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് പനം ശർക്കര ഇല്ലെങ്കിൽ സാധാരണ ശർക്കര ചേർത്ത് കൊടുത്താലും മതി. ശർക്കര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുക്കുപൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും ഏലക്കയും കൂടി കൂട്ടി പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ കഞ്ഞിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഞാനിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഞാനിതിലേക്ക് ഒരല്പം ഇന്ദുപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ കഞ്ഞി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച തേങ്ങയുടെ 1/4 പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1/4 പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് തിളപ്പിക്കരുത് കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതുപോലെ ഉലുവക്കഞ്ഞിയിൽ ശർക്കരയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതും തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. ഇനി ഞാൻ ഈ കഞ്ഞിയിലേക്ക് കുറച്ച് ചുവന്നുള്ളി നെയ്യിൽ മൂപ്പിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ കടായിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 പിഞ്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകം ഒന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കുക. കർക്കിടക മാസത്തിൽ അസിഡിറ്റി കുറക്കാനായിട്ട് ആൽക്കലൈൻ ഫുഡ്സ് കഴിക്കുന്നതാണ് നല്ലത്. ഈ തേങ്ങാപ്പാലും നെയ്യും ജീരകവും ഇന്ദുപ്പും എല്ലാം ആൽക്കലൈനാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം ഉലുവക്കഞ്ഞിയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ കുഞ്ഞുള്ളി നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഉലുവക്കഞ്ഞി ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ നെയ്യിൽ മൂപ്പിച്ചെടുത്ത് ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒട്ടും കയ്പില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉലുവക്കഞ്ഞി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉലുവക്കഞ്ഞി ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.